ഇമ്പ്രൂവ്മെന്റ് ചെയ്യിക്കണം, ശ്വാസകോശ ബന്ധപ്പെട്ട് ചെയ്യിക്കണം. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കുമ്പോൾ ശൈലജ സാറിന്റെ മേശപ്പുറത്ത് ചാൾസൺ മാഷിന് വേണ്ടി ഉണ്ടാക്കിയ അഭിമാനപരമായിട്ടുള്ള ഒരു മെമന്റോ ഉണ്ട്. അപ്പൊ പിന്നീട് പറഞ്ഞു, ഞങ്ങളെ കുറച്ചുപേരെ സ്റ്റേഷനിലുള്ള ഞങ്ങളും ഹോംഗാർഡ്സ് ഉൾപ്പെടുന്ന കുറച്ചുപേരെ തലശ്ശേരി, പാലൂര്, കൂത്തുപറമ്പിൽ നിന്നുള്ള കുറച്ച് ആളുകളെ സ്വിമ്മിങ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കുക. ഫയർഫോഴ്സിലുള്ള എല്ലാവർക്കും എന്നാൽ സ്വിമ്മിങ് അറിയുന്നവരാണ്. പക്ഷെ സ്വിമ്മിങ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കുക. അതിലുപരി കായലിലും പുഴയിലും കടലിലും ഫ്ലോട്ടിംഗ് കൂടെ ചെയ്തുകൊണ്ട് നമ്മുടെ ജലാഭ്യാസത്തിൽ കുറച്ചുകൂടെ ഒരു സുരക്ഷയുടെ ഭാഗമായി നമ്മൾ അറിഞ്ഞിരിക്കണം എങ്കിൽ പോലും അതിൽ കൂടുതലും ചെയ്യാൻ വേണ്ടി നമുക്ക് മാഷ് നിരന്തരം, എനിക്ക് തോന്നുന്നു ഒരു 10-15 ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഒരു ക്രൂ അവിടെ പോയിക്കൊണ്ടിരുന്നു. ആദ്യം അമ്പാൻ പുഴയിലാണ്, പിന്നീട് അറബിക്കടലിലെത്തി. ഷാനി സാർ തന്നെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞത്, നീന്തല് ബേസിക്കലി അറിയാതെ എന്നുള്ളതല്ലാതെ പലരും ഫ്ലോട്ടിങ് ചെയ്ത് കിടക്കുന്ന കാണുമ്പോൾ എനിക്കത് പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അനായാസം കടലിലാണെങ്കിൽ ഏകദേശം സാറ് 1.5 കിലോമീറ്റർ അല്ലേ, 1.5-2 കിലോമീറ്ററോളം ഫ്ലോട്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പൊ അങ്ങനെയാണ് ഞാൻ മാഷെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ മീഡിയകളിൽ ഒരു വാർത്ത വന്നിരുന്നു. വാഷിംഗ്ടൺ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ചാൾസൺ മാഷെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. അത് ഡോക്ടറേറ്റ് കൊടുത്തത് ജലാപകടങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളും നീന്തൽ പരിശീലന പരിപാടിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിലുമാണ്. നമ്മുടെ സർവീസ്